ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐസിയുയിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അത് വീണ ജോർജ് ആയിരിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ ഈ വീണ ജോർജ് എന്ന മന്ത്രി മുൻകാലങ്ങളിലേതെന്നുപോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്കേവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ, സാഹസ് യാത്രയുടെ നായിക, 10 ജില്ലകൾ പൂർത്തിയാക്കി, ഇന്നലെ രാത്രിയിൽ കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിനു വേണ്ടി നാളെ രാവിലെ മലപ്പുറത്ത് എത്തിച്ചേരേണ്ട നമ്മുടെ പ്രിയങ്കരിയായ MP, സംസ്ഥാന അധ്യക്ഷ, ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജബി മേത്തർ MPക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരനായ K. മുരളീധരൻ സാർ, മുൻ MLA, മുൻ MP, മുൻ KPCC പ്രസിഡന്റ്, ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്ന് നിൽക്കുന്ന, ഇന്ന് എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട K. മുരളീധരൻ സാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മിനിമോൾ, ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാനന്ദ്, ട്രഷറർ പ്രിയപ്പെട്ട വഹീദ അടക്കമുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും, കാസർഗോഡ് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ, ബബിത, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും എന്റെ പേരിലും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K. മുരളീധരൻ ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപമാനമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മോർച്ചറിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെയൊക്കെ കുറ്റബോധം കൊണ്ടായിരിക്കും മന്ത്രി വീണ ജോർജ് 3 ദിവസം അങ്ങോട്ടൊന്ന് ചെല്ലാതെ ഒരു ഒഴിവ് ദിവസം കൊച്ചി വെളുപ്പാൻ കാലത്ത് അവിടെ ചെന്നുകൊണ്ട്, അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് DYFI ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധം മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലാണെങ്കിലും, കോഴിക്കോട് നടന്ന അർഷീനയുടെ ശസ്ത്രക്രിയയിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും, അവിടെ ബിൽഡിംഗിന് തകരാറായപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കൊതുക് കടിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പൊ തന്നെ എൻക്വയറി കമ്മിറ്റിയാണ്. ആ എൻക്വയറി റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ ഒരു പുസ്തകമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുകൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്
ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ സാറിനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു. അധ്യക്ഷ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ ശ്രീമതി ജെബി മേത്തർ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, മാധ്യമ സുഹൃത്തുക്കളെ, തികച്ചും ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ മാർച്ച് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ഇന്ന് പഞ്ചായത്തുകൾ തോറും പാർട്ടിയുടെ സന്ദേശവുമായി ജാഥ നടത്തുന്നതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യ വകുപ്പ് ഒന്ന് അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇവർ 8 മാസം കൂടെ ഇനി മന്ത്രിയായിരുന്നാൽ ഇത് മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകുക. പിന്നെ മന്ത്രിയുടെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും. നമ്മൾ കേട്ടിട്ടുള്ള ചിലർ തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും. ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ കണ്ടകശനി തുടങ്ങി. ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പുമാക്കി. ഇനി 8 മാസം കൂടി വരെ ഈ സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. സർക്കാർ ആശുപത്രിയിൽ 2 കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. നമുക്കറിയാം, ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല. കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാർ വേണം, സ്റ്റാഫ് വേണം, മരുന്ന് വേണം. ഇത് 3 നിലവിലില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1.5 ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് പേപ്പട്ടി കടിച്ചത്. ആ പേപ്പട്ടി കടിച്ച് അതിന് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത്. അവരുടെ കാര്യം മനസ്സിലാക്കേണ്ടത് പേപ്പട്ടി കടിച്ച് മരിക്കുന്നതല്ല, പേപ്പട്ടി കടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു. കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് പ്രതിപക്ഷമാണ് ഉത്തരവാദി? ഞാൻ ഇന്നലെ ചില CPM MLA പറയുന്നത് കേട്ടു, പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ MLA ചോദിക്കട്ടെ, അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെയാണോ? മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ? ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണോ? ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്ന് നിൽക്കുന്നു, മികച്ച ചികിത്സയാണെന്ന്? ഞാൻ ചോദിക്കുന്ന, തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ അന്ന് 2ാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 സീറ്റുകൾ അവര് സാങ്ഷനാക്കി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം, പഠിക്കാനുള്ള ക്ലാസ് മുറികൾ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടു ഞാൻ. ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ്, അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ, ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ 1/3 ഇന്ന് കേരളത്തിലാണ്. കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരല്ലേ? അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടർച്ചയുണ്ടായത്? ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെയും വാർത്ത നിപ്പ. എത്ര കാലം ഈ രോഗം വന്ന് പിണറായി വന്നന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും
രോഗം നിന്നിട്ടില്ല. വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു. പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണായത്. കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ്. അപ്പൊ വവ്വാലും വിചാരിച്ചു ഞാനായിട്ട് കുറയ്ക്കേണ്ട. ഈ രോഗം വ്യാപിക്കുകയാണ്. മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പോ മരണം വർദ്ധിക്കുന്നു, മരണസംഖ്യ വർദ്ധിക്കുന്നു. മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അഭിനയിക്കാനും മിടിക്കുകയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അവസാനം നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഈ വീണ ജോർജ്. സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം കൊലപാതകം നടത്തിയവർ രക്ഷിച്ചു വരും. കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിക്കുന്നത്. ആ കൊല ചെയ്തവരെ സംരക്ഷിച്ചു. ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിക്ക് എസ്കോർട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുമിരുത്തി മരണ വീട്ടിൽ പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? പകല് പോവാൻ ധൈര്യമില്ല. സൂര്യൻ ഉദിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ അത്ര ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുക. ഏത് കള്ളനെ പോലീസ് പിടിക്കുന്ന അറിഞ്ഞൂടാ, കാരണം ഒരുമാതിരി കള്ളന്മാരൊന്നും പോലീസ് പിടിക്കുന്നില്ല. അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ? വാസകനായി 50,000 രൂപ കൊണ്ട് കൊടുത്തു. ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് 50,000 രൂപ. എന്നിട്ട് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാകും. എന്നാ ക്യാബിനറ്റ് കൂടുക? ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ? മുഖ്യമന്ത്രി സ്ഥലത്തിൽ അമേരിക്കയില്ല, ചികിത്സ കഴിഞ്ഞ് വരണ്ടേ? 10 ദിവസം മിനിമം എടുക്കും. അത് കഴിഞ്ഞ് വന്ന് ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. എന്ത് കൊടുക്കുന്നതെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൂടെ? സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അന്ന് കോട്ടയത്ത് ആ മരിച്ചുപോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിനാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട, എല്ലാരും കേട്ടല്ലേ? അതിന്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടിടം. ഞാൻ ചോദിക്കട്ടെ, പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ? ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തുപ്പിയതായിരിക്കുന്ന പറഞ്ഞു. എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത്. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ? എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ. ആ കാശൊക്കെ എവിടെ പോയി? സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരവാദിത്വം, അല്ലാണ്ട് 15 വർഷം മുമ്പും 20 വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല. അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു. അന്ന് ആരംഭിച്ചതാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകും. പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും. കണ്ടകശനി മന്ത്രിയെ കൊണ്ടുപോയിക്കോളും. അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് എന്ത് സർക്കസ് കളിച്ചാൽ, എന്തൊക്കെ വീരവാദം മുടക്കിയാലും, ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തെ അത് ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കഴിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട്. എന്റെ അത്ഭുതം, നമ്മുടെ വാസവൻ എന്ത് പറ്റി? അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളല്ലേ. ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടോ നിൽക്കുന്നതിനാ? എനിക്ക് അതാണ് അത്ഭുതം.
അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വരും അധികം കൂട്ടുമതിയാണ് കേട്ടോ. കാരണം മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. ഏതായാലും പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. പിന്നെ ഇലക്ഷൻ നമുക്കറിയാം, 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പക്ഷെ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ വല്ലാതെ ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല. കാരണം 8 മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും. അതുപോലെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയാം, ഇന്നലെ ചില ഡിവൈഎഫ്ഐക്കാരുടെ ഇത് കണ്ടു, അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ മറ്റു പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വെടിക്കെട്ടുകാരെ ഉടുക്കൂട്ടി പഠിപ്പിക്കരുത്, അതേ ഞാൻ ഡിവൈഎഫ്ഐക്കാരോടും SFIക്കാരോടൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി താമസിയാതെ ദയവായി വീണ ജോർജ് രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ആ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ സാഹസ് യാത്ര നിർത്തിവെച്ച് ഞങ്ങൾ അവിടെ സന്ദർശിച്ചതാണ്. ശ്രീമതി ബെറ്റി ചോജോ. ഏറെ ബഹുമാനിയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മുരളീധരൻ സാർ അടക്കമുള്ള പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമാര്, സംസ്ഥാന ഭാരവാഹികള്, ജില്ലാ ഭാരവാഹികള്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഒരു സംഭവം നടന്നപ്പോൾ വളരെ ലാഘവത്തോടെ പുറത്തു വന്ന വാർത്ത അവിടെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു. പക്ഷേ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. കാരണം ഒരു ബിൽഡിംഗിന്റെ മുഴുവൻ ഭാഗങ്ങളും അടർന്നു വീണ് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ടോയ്ലറ്റിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ യാതൊരു അനിഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത അവസരത്തിൽ പ്രിയപ്പെട്ട ചാണ്ടി MLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ എത്തിയപ്പോൾ ഈ ബിന്ദു എന്ന നമ്മുടെ സഹോദരിയെ കാണാനില്ലെന്ന് പറയുമ്പോഴും വളരെ ലാഘവത്തോടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴും അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇടപെട്ടതിലൂടെ മാത്രമാണ് നമുക്ക് ആ സമയത്ത് ആ മൃതദേഹം കാണാൻ സാധിച്ചത്. പക്ഷേ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ശ്വാസം മുട്ടി മരണപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊല ചെയ്യപ്പെട്ടെന്നാണ് ബിന്ദു. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇത്രയ്ക്കധികം താറുമാറായി ഈ ആരോഗ്യ രംഗത്ത് നമുക്ക് ഈ സമസ്ത മേഖലയും തച്ചുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ ഈ ദുർഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാ കോൺഗ്രസ് ഇത്രയും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എന്റെ കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റിനും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MPക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട മുരളീധരൻ സാറ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാര്, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാര് അടക്കം എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് മഹിളാ കോൺഗ്രസ്. ട്രൈപോഡൊക്കെ മാറ്റി ചേച്ചി
ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു ചന്ദ്രൻ ഏറ്റവും വലിയ പോരാളിയാണ്. നോക്ക്, രാത്രി കൊണ്ട് അടിച്ചേക്കണോ? സമാധാനത്തിൽ ഞങ്ങൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്. നോക്ക്, ബിന്ദു ചന്ദ്രനെ ബിന്ദു ചന്ദ്രനെ അറിഞ്ഞു വെച്ച് ലാത്തി കൊണ്ട് വീശി ഇതാ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ജയകുമാരി എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥ അതിന് ആക്ഷൻ എടുക്കാതെ ശക്തമായ പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് സംഭവിച്ചത്. ഒരു പ്രതികാരമാണ് പോലീസ് എന്ന് ബിന്ദുവിനോട് DGPക്ക് വരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. രാജ്യസഭാ എംപിയായ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ബിന്ദു നേരിടേണ്ടി വന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല. വീർത്തിരിക്കുന്ന നോക്ക്, ഇതൊന്നും ആർക്കും അല്ലാത്ത ഇത് നോക്ക്, വീർത്തിരിക്കുന്ന നോക്ക് ലാസ്റ്റ് കാലെ പിടിച്ച് വലിച്ച് ഇത്തരത്തിൽ രാത്രി വീശിക്കൊണ്ടൊക്കെ സമരങ്ങൾ ഒതുക്കാമെന്നവർ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പോലീസിനോട് തന്നെ പറയുകയാണ്, ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ബിന്ദുവിനെ ആശുപത്രി കൊണ്ടുപോകണം. ആരോഗ്യമന്ത്രി രാജിവെക്കൂ. ആരിത് പറയുന്നറിയാമോ? മകളാ കോൺഗ്രസ്, മകളാ കോൺഗ്രസ്, മകളാ കോൺഗ്രസ് പ്രസ്ഥാനം. ഇല്ല പിന്നോട്ടില്ല. പോലീസെങ്കിൽ നിയമം നമ്മൾ പാലിക്കും.
ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും കോട്ടയത്ത് ഒരു ബിന്ദുവിടെ ജീവൻ പോലും ഇവിടെ ഒരു ബിന്ദുവിനെ പോലീസ് അടിക്കുകയാണ്. ഒന്നും സംഭവിക്കില്ല.
രാജിവെക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സൂചന സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ രാജിയില്ലെങ്കിൽ മാറി വരും കേട്ടോ. മാറി വരും, അതർ വരും. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. മന്ത്രി വീണ ജോർജിന് എന്തെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം. കേരളത്തിലെ അമ്മമാരുടെ ഒരു വികാരം അത് തന്നെയാണ്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഹർഷീനയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ അവിടെ നേരിട്ട് ആ സമയത്ത് എത്തിയതാണ്. അങ്ങനെ ഒരു ഏറ്റവും ആദ്യം മാനുഷിക പരിഗണനയാണ്. ഒരു ജീവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോലും മന്ത്രി വീണ ജോർജിന് ഇങ്ങനെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ഇരിക്കാൻ സാധിക്കും. ഒരു ജീവന് വില കൽപ്പിക്കാൻ ആ ജീവൻ ഒഴിഞ്ഞതിന് ശേഷം മന്ത്രി ഭാസ്കരൻ നടത്തിയ പരാമർശം എത്ര മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ തീർച്ചയായും ഉണ്ടാവും. ഞങ്ങൾ ജനുവരി 4-ാം തീയതി കാസർഗോഡ് നിന്നും മഹിളാ സാഹസ് കേരള യാത്ര ആരംഭിച്ചു. 915 മണ്ഡലങ്ങൾ ഇന്നലെ ദിവസത്തേക്കായി യാത്ര നടത്തിയാണ്. വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സംബന്ധിച്ചു. ഞങ്ങളുടെ യാത്ര നാളെ മലപ്പുറത്ത് നിലമ്പൂരിൽ UDF-ന് ഉജ്ജ്വല വിജയം നൽകിയ ജനഹൃദയങ്ങളിൽ ഈ ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയനെതിരെയുള്ള വികാരം അലയടിക്കുന്ന നിലമ്പൂരിൽ നിന്ന് നാളെ ഞങ്ങൾ ആരംഭിക്കും. അവിടെ തീർച്ചയായും ഈ മന്ത്രിയുടെ രാജിക്കായുള്ള പോരാട്ടം ഇത്തിരിയെങ്കിലും ഈ ഡിവൈഎഫ്ഐക്കാർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ
കൂടി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാനുള്ള പാവയല്ല കേരളത്തിലെ ആരോഗ്യ മേഖല. ഇവര് വലിയ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ മെഡിക്കൽ കോളേജ്. പൊതിച്ചോറിന്റെ ഒപ്പം ഇത്തരത്തിലുള്ള വിഷം കൊടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണോ മന്ത്രി ആരോഗ്യ മേഖലയിൽ നിന്നും ഉണ്ടാകേണ്ടത്? ശക്തമായ പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. എന്ത് സംരക്ഷണം ഒരുക്കിയാലും അത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഡിവൈഎഫ്ഐ ചെയ്ത് നീങ്ങുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും മന്ത്രി സംരക്ഷണം കൊടുക്കരുത്. മന്ത്രി ചെയ്തു കൂട്ടുന്ന അനീതികൾക്ക് ഡിവൈഎഫ്ഐ സംരക്ഷണം കൊടുക്കുന്നു. ഇനി ആരെന്ത് സംരക്ഷണം സംരക്ഷിച്ചാലും കേരളത്തിലെ ജനങ്ങൾ വരാൻ പറയുന്നത് പിണറായി വിജയന്റെ സംസ്ഥാനത്തിന്റെ അധികാരെ സംരക്ഷിക്കുക, കള്ളത്തരം അക്രമം കാണിച്ച് സമരം ചെയ്യുന്നവരെ ഇല്ലാതാണ്. കുറെ നാൾ പണിയില്ലാതെ പണി വേണോ? സമരം ചെയ്താലും ഞങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ